ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ മുന്നേ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. വലിച്ചഴിച്ച് ഇപ്പോൾ താണ്ടെ ഇങ്ങ് വരെ എത്തി. ആദ്യമേ ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ എഡിറ്റ് ചെയ്യണ്ടേ, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെന്നുള്ള കാര്യം. അപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ജർമ്മനിയിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ, അതായത് ഞാൻ ഇതുവരെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടി പൊട്ടിക്കൽ വ്ളോഗ്, അങ്ങനെ കുറേ വീഡിയോസ് ഇപ്പോൾ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വരെ ഞാൻ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇതേ വരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. മെയ് 13 ഞങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം, അതായത് 14 തീയതി രാവിലെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ, അതായത് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കിക്കൊള്ളാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴിത് മെയ് 14 തീയതി ഉള്ള വിശേഷങ്ങളാട്ടോ കാണിക്കാനായിട്ട് പോണത്. അപ്പം നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കുറേ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴും നമ്മൾ ജസ്റ്റ് നമുക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് മാറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് A to Z കാര്യങ്ങൾ വേണം. പിന്നെ അപ്പാർട്ട്മെൻറ്റ് ഫുൾ ഫേർണിഷ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആവക ഐറ്റംസ് ഒന്നും നമുക്ക് മേടിക്കേണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, കിച്ചൺ ആക്സസറീസ് ആണെങ്കിലും ഷീറ്റ്, ടവൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ അതിനാണ് പോയത്. കുറേയൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഞങ്ങൾക്ക് ഈ സ്ഥലത്തെ പറ്റി, അതായത് സ്ഥലം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിവിടെ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി, കടയൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയായിരുന്നു ഷോപ്പിങ്ങിന് പോണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മീൻസ് മെയ് 14 തീയതി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കൂട്ടാൻ വരുന്ന ആ ഒരു വ്ളോഗിൽ ഞാൻ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് കുറേ കുട്ടികളെല്ലാവരും കൂടിയാണ് നമ്മൾ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ ഇത്. അപ്പോൾ ആൾ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, മെയ് 14 ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ എന്നുള്ളൊരു ഫീലായിരുന്നു. എയർപോർട്ടിന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോയിലൂടെ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്ര തണുപ്പായിരുന്നു കേട്ടോ. അതായത് അത്രയും നേരം വരെ ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റിൽ ഇരുന്ന് ജാക്കറ്റൊക്കെ കയ്യിൽ വെച്ചിരുന്നത്. ഞങ്ങളിങ്ങനെ ആലോചിച്ച് ഒട്ടും തന്നെ തണുപ്പില്ല. അതായത് ഫ്ലൈറ്റിലിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തണുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജാക്കറ്റ് കയ്യിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തണുപ്പൊന്നും ഇല്ലാതെ ഞങ്ങൾ ജാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാന്നവരോ ഞാൻ പറഞ്ഞു, നമുക്ക് ജാക്കറ്റ് എടുത്ത് ബാഗ് വെച്ചാലോ, കാരണം ഒട്ടും തന്നെ തണുക്കുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ ജാക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു. ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മാത്രം ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നെ, എന്ത് തണുപ്പായിരുന്നു! അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അത്ര തണുപ്പായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. അത്രയും തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മളെ കൂട്ടാൻ വന്ന ചേട്ടൻ പറഞ്ഞത്, ഇതൊന്നും ഒരു തണുപ്പല്ല, ഇത് സത്യം പറഞ്ഞാൽ തണുപ്പ് കുറവാണ്, ഇപ്പോൾ സമ്മറാണെന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട്. ഇപ്പോഴത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, നമ്മൾ വന്നതിൻ്റെ അത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഞങ്ങൾ പുറത്തു പോയാലും അങ്ങനെ ജാക്കറ്റൊന്നും യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പുണ്ടെന്ന് വെച്ചാൽ തണുപ്പുണ്ട്, പക്ഷേ അതേ കണക്ക് തന്നെ വെയിലും ചൂടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തണുപ്പുള്ളതുകൊണ്ട് വെയിൽ അത്രയ്ക്കും അറിയുന്നില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജാക്കറ്റിൻ്റെ ഒന്നും അങ്ങനെ ആവശ്യമില്ല. നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ജാക്കറ്റ് എടുക്കാറില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. നമ്മളെല്ലാം കൊണ്ടുവച്ചു. നമ്മളെ പെട്ടി പൊട്ടിക്കൽ വ്ളോഗൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു ഇതെല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അത് പുതിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാം ഇനി ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് 1 വീക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തന്നെ പോയി കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഫേർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കബോർഡോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്തു. കിച്ചണൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിലാക്കി. എല്ലാം ആ ഒരാഴ്ച കൊണ്ട് എല്ലാം സെറ്റാക്കി. പിന്നെ മേടിക്കാനുള്ള കുറേ സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ മേടിച്ചേക്കുന്നത്. മെയിനായിട്ട് പാനൊന്നും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാൻ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാൻ ഞങ്ങൾ ഇവിടെ നിന്നാട്ടോ മേടിച്ചത്. പിന്നെ മെയിനായിട്ടൊരു മോപ്പ്, അതുപോലെ തന്നെ ചൂല് മേടിക്കണമായിരുന്നു, കോരി, അങ്ങനത്തെ ഒക്കെ ഐറ്റംസേ മേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷീറ്റ് മേടിക്കണമായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ടൈപ്പ്, അതായത് തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
അങ്ങനത്തെ ഷീറ്റ് മേടിക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കുറേ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഇവിടുത്തെ തണുപ്പിന് പറ്റിയ ഷീറ്റ് മേടിക്കണമായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ ഉണ്ണിക്കുട്ടന് ചെരുപ്പ്, പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് മാത്രമല്ല, ഇവിടുന്ന് ഞങ്ങൾ അവിടെ 2-3 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. 3 പേരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കപ്പൊക്കെ വേണമായിരുന്നേ. കപ്പും പിന്നെ അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അതൊക്കെ അജിതാമ്മയുടെ വകയായിരുന്നേ. അമ്മ എന്നായിരുന്നു എല്ലാം പൊടിച്ച് നമ്മൾ വരുന്നതിന് ഒരു എന്നായിരുന്നു കറക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 10-20 ദിവസം മുന്നേ തന്നെ അമ്മ എല്ലാം പൊടിച്ച് നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ച് കൊണ്ടു കൊടുത്തു. അപ്പം അങ്ങനെ അമ്മ അതായത് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണെന്നും പറഞ്ഞിട്ട് നേരത്തെ തന്നെ എല്ലാം പൊടിച്ച് സെറ്റാക്കി വീട്ടിൽ എല്ലാം ഒരു സൈഡിൽ ഒരു ടിന്നിലാക്കി മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് പിന്നെ എല്ലാം കൂടി വേറെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലാക്കി സെറ്റാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പാടൊന്നുമില്ലായിരുന്നു. അതൊക്കെ ആദ്യമേ എല്ലാം അമ്മ ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടികൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ടിന്ന് വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ടൈപ്പ് ടിന്നില്ല. ടിന്നുകളുണ്ട്, പക്ഷേ ചെറിയ ചെറിയ ടിന്നാണ് നമ്മൾ കൊണ്ടുവന്ന. അത്യാവശ്യം നല്ല തോനെ പൊടികളുള്ളതുകൊണ്ട് തന്നെ ടിന്നുകൾ എനിക്കങ്ങനെ കിട്ടില്ല. ഞാൻ ബോക്സ് ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത്യാവശ്യം അത് എടുത്തേക്കാം. അതിനുശേഷം പിന്നെ മേടിക്കാതെ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ എടുക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്കിനി അത് നോക്കണം. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് കുറേ ടിന്നും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ സ്പൂണും തവി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് ഇല്ലേ റോസ്, അതിൻ്റെ ഒരു ഗ്രീൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റായിട്ട് വരുന്ന എനിക്കൊന്നൊരു 4-5 സെറ്റ് വരുന്ന ഒരു പ്ലേറ്റാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ കുറേയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് കഴിയുന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഞങ്ങൾ ലിസ്റ്റിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരിടത്തു നിന്നല്ല, നമ്മൾ പല ഷോപ്പിൽ കയറിയിട്ടാണ് പല സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഞങ്ങൾ ജർമ്മനി വന്നതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് വേറെ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അതും കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ആക്കുവാണെങ്കിൽ നല്ല ലെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്കും അത് ബോറടിക്കും. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ഇവിടെ സെൽഫ് ബില്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പം നമുക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന പ്രൊഡക്ട്സ് നമുക്ക് തന്നെ അത് ബില്ല് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ സാനി നമ്മുടെ കൂടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഭയങ്കര ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. കാരണം പുതിയ സ്ഥലം, ആളുകൾ, കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ളവരടുത്ത് നമുക്ക് എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് ആൾ നിന്നിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നേ. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അപ്പാർട്ട്മെൻറ്റിലേക്ക് ആൾ കൊണ്ടു നിന്നിട്ട് ആളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ജർമ്മനിയിലെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസറൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിക്കാം. കുറേ ക്വസ്റ്റ്യൻസുള്ള ആൻസേഴ്സ് തരാനായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ നേരെ ഇനി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.